മോക്ക് ഇൻ്റർവ്യൂവും അതേമാതിരി CTC ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ നമുക്ക് സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നല്ലൊരു പ്ലേസ്മെൻറ്റ് തന്നെ അവിടുന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കിട്ടുമല്ലേ എന്ന്. കാരണം ഞാൻ വെയർ ഹൗസിൽ വർക്ക് ചെയ്ത് പറഞ്ഞില്ലേ, അവിടെ കുറേ ആൾക്കാർ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പേടിയാവും. എന്താ വെച്ചാൽ അവരോട് പറയുക ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യമൊന്നും റെഡി ആയില്ല. അപ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു എൻ്റെ കോഴ്സ് കഴിയുമ്പോൾ ഇങ്ങനെ ആവുമോ, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു എനിക്ക്. പക്ഷേ ഇവിടെ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും പെട്ടെന്ന് എനിക്ക് കിട്ടി. ഇനി ഒരു 1.5 മാസം കോഴ്സ് കഴിഞ്ഞാൽ ഇനിയുണ്ട്. അതിൻ്റെ മുന്നേ തന്നെ പ്ലേസറായി. മോക്ക് ഇൻ്റർവ്യൂ വളരെ പെട്ടെന്നാണ് വന്നത്. ഞാൻ വെള്ളിയാഴ്ച നാട്ടിൽ പോകും, ശനി ഞായറും ക്ലാസ്സിലല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോയി. ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ മെസ്സേജ് വന്നു, MRFൻ്റെ റിക്വയർമെൻറ്റ് താല്പര്യമുള്ളവർ CV അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ MRF അല്ല, നല്ല കമ്പനിയാണ്. അപ്പോൾ CV അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ശനിയാഴ്ച തന്നെയാണ് മൂക്ക് ഇൻ്റർവ്യൂ പറഞ്ഞു. ഞാൻ നേരെ അടുത്ത ട്രെയിന് 10 മണിക്കുണ്ടായിരുന്നു. അതിന് നേരെ പിടിച്ച് ഇങ്ങോട്ട് തന്നെ കയറി വന്നു. പെട്ടെന്ന് 30,000 കിട്ടുമെന്ന് വിചാരിച്ചില്ല, എക്സ്പെക്ട് ചെയ്തില്ല തീരെ. അതിനൊരു ഫ്രഷറാണല്ലോ, വേറൊരു കൂടുതൽ എക്സ്പീരിയൻസോ ഇതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒത്തിരി എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ ഞാൻ വർക്കിന് പോകുകൊണ്ട് എനിക്ക് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായി. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. 11 മണിക്ക് ക്ലാസ് കഴിയും, 12 മണിക്ക് അവിടെ ഫേസ് പഞ്ച് ചെയ്യണം. ആ സിസ്റ്റമാണ്. അപ്പോൾ അത് കളമശ്ശേരിയിലാണ് വർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ടൈം മാനേജ്മെൻറ്റും പക്കയായി.